ഞാൻ നോക്കിയപ്പോഴേ അമ്മ ഈ സോപ്പിന്റെ പെട്ടി എടുത്ത് കളഞ്ഞേക്കുന്നത്. നമ്മൾ എന്താ സോപ്പ് വാങ്ങിച്ചിട്ട് ഇതിന്റെ കവർ മാത്രം അല്ല, ഇതിന്റെ അകത്തുള്ള സോപ്പ് മാത്രം ഉപയോഗിച്ചാൽ മതിയാണ്. ഇതിന്റെ കവർ കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ചുമ്മാ ഇത് കളയുന്ന വേണ്ട. ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഈ സോപ്പ് പെട്ടിന് നമുക്ക് ഇവിടെ ഈ ജോയിൻ ചെയ്തേക്കുന്ന ഭാഗമില്ലേ, അവിടെ വെച്ചിട്ട് നമുക്ക് ഇതിനെ രണ്ടാക്കി എടുക്കാം. ഡാമേജ് ഒക്കെ സംഭവിക്കും, കാര്യമല്ല. ഇനി എടുത്തില്ലേ, ഇനി നമുക്കിതിൽ നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള പല തരത്തിലുള്ള ചിത്രശലഭങ്ങൾ ഉണ്ടാക്കി നമുക്ക് തന്നെ വരച്ച് പെയിന്റ് ചെയ്ത് നമുക്കിങ്ങനെ എന്താ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. ഞാൻ കാണിച്ചു തരാം. ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ വെട്ടുക. നമ്മൾ നേരത്തെ വരച്ചതിന് നമ്മൾ കറക്റ്റിന് അതിനനുസരിച്ച് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതില് ഇനി നമുക്ക് ഓരോ പാറ്റേണിൽ വരച്ച് ഈ കാർട്ടൂണിലൊക്കെ കാണുമ്പോഴത്തെ ബട്ടർഫ്ലൈയിലേക്ക് അതുപോലത്തെ ഡിസൈനൊക്കെ വരച്ച് നമുക്ക് കളർ ചെയ്യാം. നമ്മൾ നേരത്തെ വരച്ച ഔട്ട്ലൈനിൽ വേസ്റ്റ് ആയിട്ടുള്ള ഭാഗമൊക്കെ മായ്ച്ചു കളയാം. മായ്ച്ചു കളഞ്ഞതിന് ശേഷം മറ്റൊന്ന് നല്ല പാറ്റേണിലൊക്കെ നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അങ്ങനെ നമ്മള് നല്ല രീതിക്ക് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പല കളർ അടിച്ച് നമ്മളെ ബട്ടർഫ്ലൈനെ കളർഫുൾ ആക്കി കളയാം. ഞാൻ എടുത്ത് യൂസ് ചെയ്യണ നമ്മള് വാട്ടർ കളറാണ്. കളർ കോമ്പിനേഷൻ നമ്മൾ നോക്കണം എപ്പോഴും. റെഡിന്റെ കോമ്പിനേഷൻ, റെഡാണ് നമ്മൾ കൊടുക്കാൻ നോക്കുന്നതെങ്കിൽ റെഡിന്റെ കോമ്പിനേഷൻ വെച്ചിട്ട്, ബ്ലൂ ആണെങ്കിൽ ബ്ലൂവിന്റെ കോമ്പിനേഷൻ വെച്ചിട്ടൊക്കെ വേണം നമ്മൾ കൊടുക്കാൻ. അപ്പൊ കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും. അതായത് റെഡിന്റെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ റെഡ്, ഓറഞ്ച്, യെല്ലോ ഇങ്ങനെ 3 കളറാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഔട്ട്ലൈൻ കുറച്ച് ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലാക്ക് ഇട്ട് ഔട്ട്ലൈനും കൊടുക്കാവുന്നതാണ്. നമ്മളിങ്ങനെ നല്ല ഭംഗി കളർ അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വരച്ചില്ലേ പാറ്റേൺ, അത് നമുക്ക് ബ്ലാക്ക് ഇട്ടൊന്ന് ഔട്ട്ലൈൻ കൊടുക്കാം.
ഇതുപോലെ അമ്മ എടുത്ത് കളഞ്ഞ കുറെ കളർ ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് ഇതുപോലെ പല പല രീതിക്ക് പല കളറില് ബട്ടർഫ്ലൈകൾ ഉണ്ടാക്കി ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കിതിനെല്ലാം കൂടി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഒട്ടിക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒട്ടിച്ചതിന് ശേഷം എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചിറകിലെ ഇങ്ങനെ ഒന്ന് വെച്ചെടുത്താൽ 3D പോലെ ഒരു അപ്പിയറൻസ് നമുക്ക് കിട്ടും. ചെയ്ത് വെച്ച എല്ലാ